മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കം വരാനിരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ മാർക്കറ്റ് ഏറെക്കുറെ ഫ്ലാറ്റായിരുന്നു. ഡോ ജോൺസ് 0.03% ഇടിഞ്ഞപ്പോൾ നാസ്ഡാക്ക് 0.11% ഉയർന്നു. ബുധനാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് വളരെയധികം വോളറ്റൈലായിരുന്നെങ്കിലും മാർക്കറ്റ് ഫ്ലാറ്റ് സൈഡിൽ ക്ലോസിംഗ് നൽകി. എന്നാലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ബുധനാഴ്ചയും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു. 3362 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ബുധനാഴ്ച FPIs ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2716 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്. ഭൂട്ടാനിൽ 2 ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ സക്സസ്ഫുള്ളി പൂർത്തീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. PSU സെക്ടറിലെ MOIL എന്ന കമ്പനിക്ക് മധ്യപ്രദേശിൽ എക്സസ് മൈനിങ് നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ 16.8 കോടി രൂപയുടെ ഫൈൻ മധ്യപ്രദേശ് ഗവൺമെൻറ്റിൽ നിന്നും ലഭിച്ചു. റിന്യൂവബിൾ എനർജി സെക്ടറിൽ നിന്നും ACME സോളാർ ഹോൾഡിംഗ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. 62 മെഗാവാട്ടിൻ്റെയും 28 മെഗാവാട്ടിൻ്റെയും 2 സോളാർ പ്രോജക്റ്റുകൾ കമ്പനി രാജസ്ഥാനിൽ സക്സസ്ഫുള്ളി കമ്മീഷൻ ചെയ്തു. ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രധാന സബ്സിഡറിയായ JLRൻ്റെ ക്വാർട്ടർലി അപ്ഡേറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒക്ടോബർ-ഡിസംബർ 2024 അതായത് 2024 ഡിസംബർ ക്വാർട്ടറിൽ JLRൻ്റെ കാറുകളുടെ ഷിപ്പിംഗ് അല്ലെങ്കിൽ സപ്ലൈ വർദ്ധിച്ചെങ്കിലും രജിസ്ട്രേഷൻ കുറവായിരുന്നു. ഇത് സപ്ലൈ ഡിസ്ട്രപ്ഷൻസ് പൂർണ്ണമായും ഇറേസ് ആയെന്നുള്ള സൂചനയാണ് നൽകുന്നത്. കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ 2 സ്റ്റോക്കുകളെയാണ് ഇന്ന് ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്ന് ആനന്ദ് റാട്ടി വെൽത്തും രണ്ടാമത്തേത് പെർസിസ്റ്റൻറ്റ് സിസ്റ്റവും. ആനന്ദ് റാട്ടി വെൽത്ത് ബോണസ് ഇഷ്യൂ നൽകാൻ സാധ്യതയുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. പെർസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന കമ്പനി ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം ഡിവിഡൻഡും പ്രഖ്യാപിക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. അൾട്രാടെക് സിമെൻറ്റ് എന്ന കമ്പനിക്ക് ഭോപ്പാൽ ടാക്സ് അതോറിറ്റിയിൽ നിന്നും 1 കോടി രൂപയുടെ ടാക്സ് നോട്ടീസ് ലഭിച്ചു. അദ്വൈറ്റ് ഇൻഫ്രാടെക് എന്ന കമ്പനിക്ക് സ്റ്റാൻഡ് അലോൺ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഗുജറാത്ത് ഊർജ വികാസ് നിഗം ലിമിറ്റഡിൽ നിന്നും ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. പ്രതാപ് സ്നാക്സിൻ്റെ 26%ഓളം സ്റ്റേക്കുകൾ പ്രമുഖ ഏസ് ഇൻവെസ്റ്ററായ മധുസൂദൻ കേല ഏറ്റെടുക്കുന്നതിന് വേണ്ടി താൽപ്പര്യം പ്രകടിപ്പിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതാപ് സ്നാക്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ക്രൂഡ് ഓയിൽ സ്റ്റോറേജിന് വേണ്ടി മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ എന്ന കമ്പനി ഇന്ത്യൻ സ്ട്രാറ്റജി പെട്രോളിയം റിസർവ് ലിമിറ്റഡുമായി ചേർന്ന് ലീസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു. ഇന്ന് ശ്രദ്ധിക്കാവുന്ന NBFC സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് മണപ്പുറം ഫിനാൻസ്. ആശീർവാദ് മൈക്രോ ഫിനാൻസ്, DMI ഫിനാൻസ് തുടങ്ങിയ കമ്പനികൾക്ക് മുകളിലുള്ള സൂപ്പർവൈസറി റെസ്ട്രിക്ഷൻ RBI നീക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് മണപ്പുറം ഫിനാൻസ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. അഫ്കോസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്ക് DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനിൽ നിന്നും 1084 കോടി രൂപയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് സെറ്റപ്പുമായി ബന്ധപ്പെട്ട ഓർഡർ ലഭിച്ചിട്ടുണ്ട്. കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചു. മോർപ്പൻ ലാബോറട്ടറീസ് എന്ന കമ്പനി മോർപ്പൻ മെഡ്ടെക് ലിമിറ്റഡ് എന്ന പേരിൽ പുതിയൊരു സബ്സിഡറി കൂടി മാർക്കറ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ്. യുണൈറ്റഡ് സ്പിരിറ്റിന് കേരള ഗവൺമെൻറ്റിൽ നിന്നും 1.1 കോടി രൂപയുടെ GST ടാക്സ് ഡിമാൻഡ് ലഭിച്ചിട്ടുണ്ട്. NTPC ഗ്രീൻ എന്ന കമ്പനി രാജസ്ഥാൻ രാജ്യ വിദ്യുത് ഉത്പാദൻ നിഗം ലിമിറ്റഡുമായി ചേർന്ന് 74:26 എന്ന റേഷ്യോയിൽ NTPC രാജസ്ഥാൻ ഗ്രീൻ എനർജി എന്ന പേരിൽ ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആരംഭിക്കാൻ തീരുമാനിച്ചു. ബൊറോസൽ റിന്യൂവബിൾ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. സോളാർ ഗ്ലാസ് മാനുഫാക്ചറിങ്ങിൽ 50%ഓളം കപ്പാസിറ്റി എക്സ്പാൻഷന് കമ്പനി ശ്രമിക്കുകയാണ്. കൂടാതെ തെലങ്കാനയിൽ യുണൈറ്റഡ് ബ്രിവറീസിൻ്റെ പ്രൊഡക്റ്റുകൾക്ക് വില കൂട്ടാനുള്ള തീരുമാനത്തെ തെലങ്കാന ഗവൺമെൻറ് എതിർത്തിട്ടുണ്ട്. NMDC എന്ന കമ്പനി ഗുജറാത്ത്, ദുബായ്, UAE, ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ പുതിയ ഓഫീസ് തുറക്കാൻ തീരുമാനിച്ചു. PI ഇൻഡസ്ട്രീസിന് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൽ നിന്നും 82 കോടി രൂപയുടെ കസ്റ്റം ഡിമാൻഡ് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. PI ഇൻഡസ്ട്രീസിൻ്റെ ചില പ്രൊഡക്റ്റുകളുടെ കസ്റ്റം താരിഫും ഇൻപുട്ട് താരിഫ് ഓൺ മെറ്റീരിയൽ ഇമ്പോർട്ടഡുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് നിലനിന്നിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് PI ഇൻഡസ്ട്രീസിന് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൽ നിന്നും 82 കോടി രൂപയുടെ കസ്റ്റം ഡിമാൻഡ് ഓർഡർ അല്ലെങ്കിൽ കസ്റ്റം ടാക്സ് പേ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിരിക്കുന്നത്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.